ഹലോ ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ചധികം നാളായി വീഡിയോയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. കുറച്ച് പേര് അറിഞ്ഞിട്ടുണ്ടാവും, കുറച്ച് പേര് അറിഞ്ഞിട്ടുണ്ടാവില്ല, കുറച്ച് പേര് ഈ ഒരു വീഡിയോയിലോട് കൂടെ ആയിരിക്കും ചിലപ്പോൾ അറിയാൻ പോകുന്നത്. മേ ബി ഞാനും അങ്ങനെ ഒരു പ്രവാസ ലോകത്തേക്ക് കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തത്സമയം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് യൂറോപ്പിൽ നിന്നാണ്. യൂറോപ്പിൽ എത്തിപ്പെട്ടു. ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് അവതരിപ്പിക്കുകയാണ്, അറിയിക്കുകയാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. കുറച്ച് പേര് അറിഞ്ഞു, കുറച്ചുപേർ അറിഞ്ഞില്ല, കുറച്ചുപേർ ഇപ്പോഴായിരിക്കും അറിയുന്നത്. പെട്ടെന്നുള്ളൊരു യാത്രയായിരുന്നു എന്നൊരിക്കലും ഞാൻ പറയത്തില്ല. കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടും ബുദ്ധിമുട്ടിയിട്ടും ഒക്കെ തന്നെയാണ്, കുറച്ചധികം വർഷങ്ങൾ ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിച്ചേർന്നത്. ഞാൻ വന്നിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോയാണ്. കുറച്ചധികം നാളായി എത്തിയിട്ട്. ഇപ്പോഴാണ് വീഡിയോ ചെയ്യുന്നത്. അറിഞ്ഞവർക്കും അറിയാത്തവർക്കും എല്ലാവർക്കും ഈ ഒരു സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുകയാണ്. പിന്നെ അതുമാത്രമല്ല, കുറച്ചധികം നാളായി എനിക്കറിയാം വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് മാക്സിമം ഞാൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ട് കാര്യങ്ങളും ഇനിയും അങ്ങോട്ട് പ്രതീക്ഷിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. മാക്സിമം വീഡിയോസ് ആൾക്കാരിലോട്ട് ഷെയർ ചെയ്യുക. ഇവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസും ബാക്കി കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതാണ്. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ എങ്ങനെ എത്തി, ഇവിടുത്തെ ജീവിതശൈലി കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വായോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ ഞാനിവിടെ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളൊരു കാര്യത്തിലോട്ട് കടക്കാം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് വിദേശ രാജ്യങ്ങളിലെ ജോലിക്കായി എത്തിപ്പെടുക, യൂറോപ്പ് പോലുള്ള കൺട്രീസിൽ എത്തിപ്പെടുക എന്നുള്ളത്. ഞാനും അതുപോലെ തന്നെയാണ് ആഗ്രഹിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും തന്നെയാണ് എത്തിപ്പെട്ടത്. അത് ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എത്തിയതല്ല ഒരിക്കലും. ഏകദേശം 4-4.5 വർഷം ഇതിന് പുറകിൽ നടന്നിട്ട്, ആദ്യം ഒരു ഏജൻസിയെ സമീപിച്ചു, നടന്നില്ല. പിന്നെ ഒരു ഏജൻസിയെ സമീപിച്ചു, അത് നടന്നില്ല. ലാഗായി സമയം പോയി. അങ്ങനെ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ അവസാനം ഇവിടെ എത്തിപ്പെട്ടത്. ഇപ്പോൾ ചെറിയൊരു ജോലിയൊക്കെ കിട്ടി, അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഓക്കെയാണ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വരാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നാട്ടിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ അല്ല, ലൈഫ് സെറ്റിൽ ചെയ്യണം, ഒന്നുകൂടെ മെച്ചപ്പെട്ട ജീവിതം വേണം, അങ്ങനെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏജൻസിയെ സമീപിക്കാൻ നേരത്ത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. കാരണം നാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ സ്കാം നടക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്, ഈ ഒരു മേഖലയിലാണ്. ഒരുപാട് പേര് കാശ് കൊടുത്തു കാശ് കളഞ്ഞവരുണ്ട്, കാശ് തട്ടിച്ച ഏജൻസികളുണ്ട്, കാശ് പോയ ആൾക്കാരുണ്ട്. സോ നിങ്ങൾ വിദേശ രാജ്യത്തോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സൂക്ഷിച്ചും കണ്ടും ഈ കാര്യം കൈകാര്യം ചെയ്യുക എന്നതാണ് ആദ്യത്തെ ഒരു ലെസൺ എന്നുള്ളത്. ട്രസ്റ്റ് തോന്നുന്ന ഒരു ടീമാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം, നിങ്ങൾക്കും പുറത്തോട്ട് എത്താൻ പറ്റും. സോ അത് ആദ്യത്തെ ഒരു ലെസണായിട്ട് കണ്ട് നിങ്ങൾ എടുക്കുക. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു സ്കില്ലഡ് പേഴ്സൺ ആണെങ്കിൽ, സ്കില്ലഡ് പേഴ്സൺ മീൻസ് നിങ്ങൾ പ്രൊഫഷണൽ ഫീൽഡിൽ എന്തെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ മാക്സിമം അതുപയോഗിച്ച് ട്രൈ ചെയ്യുക. പുറത്തോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നവർ അൺസ്കിൽഡ് ജോബ്സിൽ വരുന്നതിനേക്കാൾ ഉപരി സ്കില്ലഡ് ജോബ്സിൽ മാക്സിമം വരാൻ ശ്രമിക്കുക. അതെന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കില്ലഡ് വർക്കാണെങ്കിൽ എംപ്ലോയർക്ക് നമ്മളെ ആവശ്യമുണ്ട്. ഈ ജോലിക്ക് ഈ പുള്ളിക്കാരൻ പ്രിഫേർഡ് ആണ്, എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരന് ജോലിക്കാരനെ ആവശ്യമുണ്ട്, ജോലിക്കാരനെ പുള്ളിക്കാരനെ ആവശ്യമുണ്ട്. എംപ്ലോയർക്ക് എംപ്ലോയി ആവശ്യമുണ്ട്, എംപ്ലോയിക്ക് എംപ്ലോയറിനെ ആവശ്യമുണ്ട്, ജോലി ആവശ്യമുണ്ട്. സോ സ്കില്ലഡ് വന്നു കഴിഞ്ഞാൽ ഉള്ള ഒരു കൺഫേം ആയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് ഗ്യാരണ്ടീഡ് ആയിട്ട് ഇവിടെ നിൽക്കാൻ പറ്റും. അൺസ്കില്ലഡ് വരുന്നതിനേക്കാൾ ഉപരി സ്കില്ലഡിൽ വന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ പ്രൊഫഷണൽ ജോബ്സായ നഴ്സിങ്ങോ അങ്ങനത്തെ ഏതെങ്കിലും ഫീൽഡിൽ വരുന്നവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്. അൺസ്കിൽഡ് ജോബ്സിൽ മാക്സിമം വരാതിരിക്കാൻ നോക്കുക എന്ന് ഞാൻ പറയത്തുള്ളൂ. സ്കിൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ജോബ്സിൽ വരാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് അപ്ലൈ ചെയ്യുക. കൺഫേമായിട്ട് നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റും. സോ മാക്സിമം നിങ്ങൾ പുറത്തോട്ട് വരാൻ ശ്രമിക്കുന്നവർ മാക്സിമം സ്കിൽഡ് ജോബ്സ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് കാണിക്കുക. യൂറോപ്പോ CV അതൊക്കെ ഏജൻസിയെ കോൺടാക്ട് ചെയ്യുമ്പോൾ തന്നെ അവർ ചെയ്തു തരുന്ന കാര്യങ്ങളാണ്. സോ മാക്സിമം അതുപയോഗിച്ച് വരാൻ പറ്റുക. അതാണ് രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഏതൊരു തൊഴിൽ പോലെയും ഇവിടെയും വന്നു കഴിഞ്ഞാൽ ജോലിയാണ്, കഷ്ടപ്പാടാണ്, കാര്യങ്ങളുണ്ട്. അതൊക്കെ മുൻകൂട്ടി അറിഞ്ഞിട്ട് വേണം വരാനായിട്ട് എന്നോട് ഞാൻ അറിയിക്കുകയാണ്. യൂറോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ സുഖമാണ് എന്നൊന്നും ഒരിക്കലും കരുതി ആരും വരരുത്. കഷ്ടപ്പാട് നാട്ടിലുണ്ടോ ഇവിടെയും കഷ്ടപ്പാടുണ്ട്. ജോലി ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ എവിടെ എത്തിക്കഴിഞ്ഞാലും കഷ്ടപ്പാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് സക്സസ്സും ആഫ്റ്റർ ഉണ്ടാവും. സോ ഒരിക്കലും എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങോട്ട് വരാതിരിക്കുക, മോർ ദാൻ എക്സ്പെക്റ്റേഷൻ വയ്ക്കാതിരിക്കുക. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുന്ന യൂറോപ്പിൻ്റെ ഒരു വശം മാത്രമേ കാണുന്നുള്ളൂ. അതിന് മറ്റൊരു വശം കൂടി ഇവിടെ ഉണ്ട്. സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും എല്ലാം ഒരു
കലർന്ന ഒരു കലവറയാണ് ഈ യൂറോപ്പ് എന്ന് പറയുന്നത്. യൂറോപ്പ് മാത്രമല്ല, ഈ പ്രവാസ ലോകം എന്ന് പറയുന്നത്. പ്രവാസികളായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട്. സോ അറിയാത്തവർക്കും പുതുതായിട്ട് വരാൻ നിൽക്കുന്ന ആൾക്കാരോടുമായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. കൂടുതൽ എക്സ്പെക്റ്റേഷൻ വയ്ക്കാതിരിക്കുക, കഷ്ടപ്പെടാൻ തയ്യാറായി തന്നെ വരിക. നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നോ അത്രത്തോളം സക്സസ് നിങ്ങൾക്ക് ഉണ്ടാവും. മേ ബി തീർച്ചയായും ഉണ്ടാവും. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിത ശൈലി എന്ന് പറയുന്നത് നാട്ടിലത്തെക്കാളും ഒരുപാട് വ്യത്യാസമാണ്. ഞാനിപ്പോൾ റൂമിലിരുന്നാണ് ഈ വീഡിയോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ പുറത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ചെറിയൊരു മഴയാണ്, അതാണ് ഞാൻ അകത്തിരുന്ന് വീഡിയോ ചെയ്യുന്നത്. ഞാൻ പുറത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. തികച്ചും വ്യത്യസ്തമാണ് ജീവിതശൈലി, കാര്യങ്ങളും ചിലവും കാര്യങ്ങളൊക്കെ തികച്ചും വ്യത്യസ്തമാണ്. നമ്മുടെ ഇവിടുത്തെ മെയിനായിട്ട് എനിക്ക് തോന്നിയ ട്രാഫിക്കും കാര്യങ്ങളുമാണ്. പിന്നെ ഇവിടുത്തെ ഒരു ശാന്തത, കാമായിട്ടുള്ളൊരു അന്തരീക്ഷം. ഞാൻ പുറത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഞാൻ പുറത്ത് മഴ ആയതുകൊണ്ടാണ് അകത്തിരുന്ന് വീഡിയോ എടുത്തത്. എനിക്കിവിടെ വന്നിട്ട് ഇതാണ് ഇവിടുത്തെ അന്തരീക്ഷം എന്ന് പറയുന്നത്. കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള അന്തരീക്ഷം, ട്രാഫിക് നിയമങ്ങൾ അതേപടി പാലിക്കുന്ന ആൾക്കാർ, ക്ലീൻനെസ്, വൃത്തി, കാര്യങ്ങൾ. ഞാൻ ഒരു ദിവസം പുറത്തോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകളും മറ്റും കാണിച്ചു തരുന്നതാണ്. വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ. ഒരു ദിവസം പുറത്തോട്ട് പോയി ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളെ കാണിക്കുന്നതാണ്. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലെ പർച്ചേസിങ് രീതി എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ഒക്കെ ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. അതൊക്കെ തീർച്ചയായും കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. സോ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ പറയാനായിട്ട് കാലാവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, തണുപ്പാണ്, ജാക്കറ്റ് കാര്യങ്ങൾ, തണുപ്പാണ്. നമ്മൾ അഡ്ജസ്റ്റ് ആവും, കുഴപ്പമില്ല. ആദ്യം വരുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ആവും. പിന്നെ ഈ മഞ്ഞ് കാര്യങ്ങൾ, സ്നോയൊക്കെ ഈ കാഴ്ചയിൽ കാണാവുന്നതേ ഉള്ളൂ. അനുഭവിക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് റീൽസിലും മറ്റും കാണാനുള്ള സുഖമേ ഉള്ളൂ. പക്ഷെ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്, കൊള്ളാം. എനിക്ക് നന്നായി തോന്നി. ഇപ്പം മഞ്ഞില്ല, സ്നോ ഇല്ല. സ്നോ ഉണ്ടായിരുന്നു, ഒരാഴ്ച മുമ്പ് വരെ സ്നോ ആയിരുന്നു. സ്നോ ഒക്കെ മാറി, ഇപ്പം ചെറിയ റെയിനി വെതറാണ്. ഓക്കെയാണ്, എല്ലാം അഡ്ജസ്റ്റാണ്, ഓക്കെ ആവും. പിന്നെ വേറെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ വന്ന ഈ ഒരു കാര്യം അറിഞ്ഞവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. ചിലരിപ്പോൾ ഈ ഒരു വീഡിയോയിലോട്ടായിരിക്കും അറിയുന്നത്, വീഡിയോ കണ്ടിട്ടായിരിക്കും അറിയുന്നത്. സോ എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ എന്ത് സംശയങ്ങളോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും, ഡൗട്ട് ഉണ്ടെങ്കിലും, വരാനായിട്ട് ആഗ്രഹിക്കുന്നവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്പറുള്ളവർ DM ചെയ്യുക, ഇല്ലാത്തവർ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങളും കാര്യങ്ങൾ ചെയ്തു തരുന്നതാണ്. വേറെ ഒന്നുമില്ല, ഓക്കെയാണ്. എല്ലാവരും ഹാപ്പി ആയിരിക്കുക. പിന്നെ ഒരു കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറച്ച് ആൾക്കാർ കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. തുടർന്ന് അങ്ങോട്ട് വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. നിങ്ങൾക്ക് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും, ജോലി സ്ഥലത്തെ വിശേഷങ്ങളും സൂപ്പർ മാർക്കറ്റിലെ വിശേഷങ്ങളും ഒക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. മാക്സിമം കിട്ടുന്ന സമയത്ത് ഞാൻ മാക്സിമം വീഡിയോസ് എടുത്ത് മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ട് കാര്യങ്ങൾ തുടർന്ന് അങ്ങോട്ടും ഉണ്ടാവണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കാണുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ യൂറോപ്പിൽ നിന്ന് വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആദ്യമായിട്ട് കാണുന്നവർ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് തുടങ്ങുക. പ്രത്യേകിച്ചൊന്നുമില്ല. താങ്ക് യു.